ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. വചനം ആദ്യം നമ്മളെ പഴയ നിയമത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, സംഖ്യയുടെ പുസ്തകത്തിലേക്ക്. ആഗ്നേയ സർപ്പത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് പിച്ചള സർപ്പത്തെ ഉയർത്തുന്ന മോശയാണ് നമ്മളവിടെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലും ഒരു സർപ്പത്തെ നമ്മൾ കാണുന്നുണ്ട്, കൗശലക്കാരനായ കാട്ടുകള്ളനായ ഒരു സർപ്പം. സ്വർഗത്തിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെട്ടത് അവ മൂലമാണ്. പിന്നീട് ഇസ്രായേൽ ജനത്തെ കൊണ്ട് കർത്താവിനും അവിടുന്ന് തിരഞ്ഞെടുത്ത മോശയ്ക്കും എതിരെ സംസാരിപ്പിക്കുന്നതും ഇതേ സർപ്പത്തിൻ്റെ പ്രവൃത്തി തന്നെ ആകാനാണ് സാധ്യത. അവിടെ വെച്ച് കർത്താവ് അയക്കുന്ന ആഗ്നേയ സർപ്പങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കർത്താവിൻ്റെ കൽപ്പന പ്രകാരമാണ് മോശ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തുന്നത്. ഉൽപ്പത്തിയിൽ കാണുന്നത് തിന്മയുടെ സർപ്പത്തെയാണെങ്കിൽ സംഖ്യയിലെത്തുമ്പോൾ ഉയർത്തപ്പെടുന്ന പിച്ചള സർപ്പം രക്ഷയ്ക്ക് കാരണമാവുന്നുണ്ട്. ഇതുപോലെ അവിടുന്ന് പലപ്പോഴായി ഉയർത്തുന്ന പ്രവാചകന്മാരും അടയാളങ്ങളുമൊക്കെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണ്. എങ്കിലും മനുഷ്യൻ ആ പണ്ടത്തെ സർപ്പത്തിൻ്റെ കൂടെയാണ് പലപ്പോഴും. എന്നിട്ടും നമ്മോടുള്ള സ്നേഹം ഒട്ടും പറ്റാതെ ആ തോട്ടത്തിൻ്റെ ഉടമ സ്വപുത്രനെ തന്നെ അയക്കുന്നുണ്ട്. പണ്ടത്തെ സർപ്പത്തിൻ്റെ കൗശലങ്ങളും പ്രവൃത്തികളും ലോകത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ, ലോകത്തിന് രക്ഷയുടെ വെളിച്ചം നൽകാൻ. നമ്മളല്ലേ ആൾക്കാർ എവിടെ മനസ്സിലാക്കാൻ? അന്ധകാരമാണ് അല്ലെങ്കിൽ പണ്ടത്തെ സർപ്പമാണ് നമുക്ക് നല്ലതെന്ന ചിന്തയിൽ നമ്മളിപ്പോഴും നിൽക്കുകയാണ്. പിന്നെ വേറെന്താ വഴി? ഈശോ ഉയർത്തപ്പെടുന്നു മരക്കുരിശിൽ, പിന്നീട് സ്വർഗത്തിലേക്ക്. വഴിയായി സത്യമായി ലോകത്തിന് വെളിച്ചമായി വന്നവൻ ഉയർത്തപ്പെടുന്നു. നമുക്ക് അത് രക്ഷയ്ക്ക് കാരണമായി. വചനം അവസാനിക്കുന്നു അന്ധകാരത്തിൽ നിലനിൽക്കുന്ന പഴയ മനുഷ്യനെയും വെളിച്ചം കണ്ടെത്തുന്ന പുതിയ മനുഷ്യനെയും കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഇന്നത്തെ വചനത്തെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം: ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവം വിശ്വസിക്കാൻ മാത്രം നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ട് വെളിച്ചത്തിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. നമുക്ക് തിരഞ്ഞെടുക്കാൻ വെളിച്ചവുമുണ്ട്, വെളിച്ചമില്ലായ്മയുമുണ്ട്. രക്ഷയുടെ വെളിച്ചമോ അതോ ശിക്ഷയുടെ അന്ധകാരമോ? നമുക്ക് ചിന്തിക്കാം. ഒരു നല്ല ഞായറാഴ്ച എല്ലാവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.